ഇന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1483ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. പള്ളികളിലും മദ്രസകളിലും രാവിലെ മുതൽ തന്നെ നബിദിന ആഘോഷ പരിപാടികൾ തുടങ്ങി. നബിദിനത്തിന് മുന്നോടിയായി കഴിഞ്ഞ 11 ദിവസമായി വിശ്വാസികൾ മൗലിദ് പാരായണവും മറ്റു ചടങ്ങുകളും ആചരിച്ചു വരികയായിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ നബിദിന ഘോഷയാത്രകൾ തുടങ്ങി. കുട്ടികളും മുതിർന്നവരും സ്വലാത്തുകൾ ഉറക്കെച്ചൊല്ലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. മദ്രസകളിലും പള്ളികളിലും അന്നദാനം, കലാപരിപാടികൾ എന്നിവയും നടക്കുന്നുണ്ട്. അപ്പുറം കോഴിക്കോട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ പുലർച്ചെ തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞാലോ അത് ബോധ്യപ്പെടുത്തിയാലോ റസൂലുള്ളാഹിയെ സ്നേഹിക്കണില്ല അത്രേ. ആരാ റസൂലുള്ളാഹി? ഇതാണ് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. ഇതൊരു രൂപമാണ്. എന്നാൽ ഇത് മാത്രമാണോ? ഇവിടുന്ന് പോയി ബാംഗ്ലൂർ എത്തിയാൽ ഇതിലും വലിയ കേമത്തിലാണ് നബിദിനാഘോഷം. ബാംഗ്ലൂർ എത്തിയ നബിദിനാഘോഷം വേറെ കോലത്തിലാണ്. അതെങ്ങനെ കണ്ടോളൂ. ഉണ്ടോ? ദീനോടുള്ള ഹുബ്ബ്, നബിയോടുള്ള സ്നേഹപ്രകടനം. ഉണ്ടോ? അപ്പൊ ഇത് വേറൊരു പ്രവാചക സ്നേഹമാണ്, വേറൊരു ഹുബ്ബുർ റസൂല കാണുന്നത്. നിങ്ങൾ ആലോചിച്ചോക്ക്. അപ്പൊ ഓരോ പ്രദേശത്ത് ഓരോന്ന്, എന്നിട്ട് അത് ദീനിന്റെ പേരില്, ഇസ്ലാമിന്റെ പേരില് ഇതൊക്കെ മുസ്ലിം ഇങ്ങനെ നാളെ പോലും കാണിച്ചു കൊടുക്കും. എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും. ഇതൊക്കെ ജനം കാണട്ടെ. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. ഇപ്പൊ എന്താ പുതിയ പണി? ഇപ്പൊ 2 കൊല്ലമായിട്ട് നമ്മുടെ എറണാകുളത്ത് നടന്നതാ. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഹുബ്ബുർ റസൂൽ പ്രത്യേക ഫോണ്ടിലൊക്കെ എഴുതി കുറെ പോസ്റ്ററും കുറെ ബാനറും ഒരു പ്രത്യേക കൗമും അങ്ങനെ പ്രത്യേക രൂപത്തിലൊക്കെ ആക്കി ഹുബ്ബുർ റസൂൽ. അങ്ങനെ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞ പുതിയ രൂപ അതൊരു 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. പുതിയത് ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ. അങ്ങനെയാണ് എടുത്ത് കോഴിക്കോട് വെച്ചുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ. എന്നിട്ട് നേരത്തെ വന്ന പോലത്തെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അട്ടവും പാട്ടും ഒക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കാണിക്കുക. ഓരോരുത്തർ ഇങ്ങനെ ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക, അതൊക്കെ എന്തെടുക്കുക, അത് നബിയോടുള്ള സ്നേഹാന്ന് വരുത്തി തീർക്കുക. അങ്ങനെ ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ.